ചപ്പാത്തിയുടെയും നാനിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നല്ലൊരു പനീർ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. നമ്മുടെ ഈ പനീർ മസാലയ്ക്കായി ആദ്യം പനീർ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പനീർ ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ പനീർ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ചിളക്കണേ. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തത് ഈ എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിളക്കി കൊടുത്തുകൊണ്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ സവോളയ്ക്ക് കളറായിട്ടുണ്ട്. ഇതിന് തീയിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്തത് ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 15 കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഞാനൊരു 15 മിനിറ്റ് മുൻപ് 1/4 കപ്പ് ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിട്ട് കൊടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കിനി 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് നോക്കി എടുക്കണേ. ഇതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് 2 ചെറിയ പീസ് കറുവപ്പട്ട, 3 ഏലക്ക, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇവയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജീരകമൊക്കെ പൊട്ടിയൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ സവോളയൊക്കെ വാടി ട്രാൻസ്പെറൻറ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 2 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം. ഇപ്പോൾ സവോളയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോയിലേക്ക് മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇവ ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതായത് നല്ല ജീരകം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇളക്കി ചേർക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത പുളി അധികം ഇല്ലാത്ത തക്കാളി വേണം എടുക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അളവ് കപ്പിന് 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും ഇളക്കിയെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് തക്കാളി വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 6 മിനിറ്റ് വരെ വേവിക്കണം. ഇടയ്ക്കിളക്കി കൊടുക്കണേ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ പേസ്റ്റാണ് ഈ കറിക്ക് നല്ല തിക്നെസ്സും രുചിയും നൽകുന്നത്.
ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്കിനി ഞാനിവിടെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ റെസിപ്പികളിലൊക്കെ പറയുന്ന കപ്പളവ് 240 ml അളവ് കപ്പാണ്. ഇതിനി മൂടി വെച്ച് 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. തീ ലോയിലാണ് വെക്കേണ്ടത്. മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി ഗ്രേവി തിക്കായി കിട്ടണം. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി. ഇത് 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കൈക്ക് തിരുമ്മി പൊടിച്ചെടുത്തതാണ്. ഇത് ചേർക്കുമ്പോഴാണ് കറി കറക്റ്റ് ടേസ്റ്റിലേക്ക് വരുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഇവ ഇളക്കി ചേർത്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ സമയത്ത് തീ ലോയിലാണ് വെക്കേണ്ടത്. നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായി 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു കറിയാട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങളുടെ എന്നെ ഒന്ന് അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.